ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്താലും മതി. ആദ്യം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മൾ മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു കഷ്ണം മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. പരിപ്പൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം. നമുക്കിതിലോട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാള ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് നമ്മൾ നേരത്തെ തന്നെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ മുളക് പൊടി കൂട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു സവാളയ്ക്ക് 2 തക്കാളിയാണ് നമ്മൾ ചേർക്കേണ്ടത്. തക്കാളി ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ 2 വലിയ തക്കാളി അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഒരുപാടൊന്നും ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല, തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ അരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കുറച്ച് 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതിനെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചട്നിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. കുറച്ച് വെള്ളം പോലെ വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക്